ഗുഡ് മോർണിംഗ് സർ. എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ലോസ്, അതിൻ്റെ ഗ്രാഫാണ്. മൊണോപോളിസ്റ്റിക്കിലുള്ള അതിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്നാണ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ, അതായത് നോർമൽ പ്രോഫിറ്റ് ഒരു ബിസിനസ്സിൽ സാധാരണ കിട്ടുന്ന പ്രോഫിറ്റിനെക്കാട്ടിലും എക്സ്ട്രാ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ കുറച്ചും കൂടിയും കൂടുതലായിട്ട് കിട്ടുന്നതിനെയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുക. അതേപോലെ തന്നെ ഇതിനെ വേറൊരു പേരിലും വിളിക്കും അബ്നോർമൽ പ്രോഫിറ്റ് എന്ന്. അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഫേമിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇൻസെൻറ്റീവ്സിനെ പറയുന്നതാണ് അബ്നോർമൽ പ്രോഫിറ്റ്. ഏകദേശം സൂപ്പർ നോർമൽ പ്രോഫിറ്റും അബ്നോർമൽ പ്രോഫിറ്റും സെയിം ആണെങ്കിലും അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഫേം ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത്. സൂപ്പർ നോർമൽ എന്ന് പറഞ്ഞു വെച്ചാൽ സാധാ ഒരു ഫേമിൽ നോർമലായിട്ട് കിട്ടുന്ന പ്രോഫിറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് ഈ ഒരു ലൈനിനെക്കാട്ടിലും കുറച്ചും കൂടി അധികം വന്നിരിക്കുന്നു. അതായത് P1 എന്ന് പറഞ്ഞ പോയിന്റിൽ വന്നിരിക്കുന്നു. അതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രാമിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏകദേശം മോണോപോളിയുടെ സെയിമാണ്. അതായത് മോണോപോളിസ്റ്റിക് പറഞ്ഞു വെച്ചാൽ ഏകദേശം മോണോപോളിയുടെ സെയിമാണ്. പിന്നെ ഫേം മാക്സിമൈസസ്, അതായത് MR = MC, ഇത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരു ഫേം മാക്സിമൈസ് ചെയ്യുന്ന ടൈമിൽ MR = MC. അതിൽ ഔട്ട്പുട്ട് പറയുന്നത് Q1ഉം പ്രൈസ് എന്ന് പറയുന്നത് P1 ആണ്. ഇത് രണ്ടും ഒരേപോലെ ലീഡ് ചെയ്യുന്നതാണ് ഈ ഗ്രാഫിലൂടെ നമ്മൾ കാണിക്കണത്. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മോണോപോളിസ്റ്റിക്കിൽ തന്നെ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ ഒന്നും അത്ര പ്രോഫിറ്റ് കിട്ടില്ലെങ്കിലും അത് കുറച്ചും കൂടി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ടൈമിൽ ഒന്ന് ആ ഒരു കോസ്റ്റ് ഹൈ ആവും. ആ ഒരു കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനെ പറയുന്ന പേരാണ് നോർമൽ പ്രോഫിറ്റ് എന്ന്. അതായത് ഒരു ഫേം സഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അവർ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റവന്യൂ നമുക്ക് നേടാൻ പറ്റും. ആ ഒരു ഇൻഡസ്ട്രിക്ക് ആ ഒരു വരുമാനം നേടാൻ പറ്റും. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു പ്രോഫിറ്റിനെ നമ്മൾ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് വിളിക്കും. പക്ഷേ ആ എക്കണോമിക് പ്രോഫിറ്റ് 0 ആവും. അതായത് എക്കണോമിക് പ്രോഫിറ്റ് 0 ആകുമ്പോഴാണ് നമുക്ക് ആ നോർമൽ പ്രോഫിറ്റ് ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്നിട്ട് പോവുള്ളൂ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ലോസിനെ കുറിച്ചിട്ടാണ്. ലോസ് എന്ന് പറഞ്ഞു വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് മോണോപോളി ആ ഒരു പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡെഡ് വെയിറ്റ് ആയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഫേമിൽ കൺസ്യൂമറിലേക്ക് ആ ട്രാൻസാക്ഷൻസ് എത്തുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഈ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ഗെയിൻ ആണെങ്കിലും പ്രൊഡ്യൂസറിലേക്കും കൺസ്യൂമറിലേക്കും ആ ഒരു ഗെയിൻ എത്തുന്നില്ല. അതേപോലെ തന്നെ ഈ ട്രേഡേഴ്സിനെക്കാട്ടിലും കൂടുതൽ ടോട്ടൽ, അതായത് ഗെയിൻ കിട്ടുന്നത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനാണ്. കാരണം ട്രാൻസാക്ഷൻസ് കുറവാണ്. പിന്നെ അവർക്കൊരു അതായത് ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ഗെയിൻ അവർക്ക് കിട്ടണില്ല. അതായത് എ മോണോപോളി ഈസ് ലെസ് എഫിഷ്യൻറ്റ് ഇൻ ടോട്ടൽ ഗെയിൻസ് ഫ്രം ട്രേഡ്. അതായത് ട്രേഡേഴ്സിനെക്കാട്ടിലും കിട്ടുന്നത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനാണ്. ഇതാണ് ലോസിൽ പറയുന്ന കാര്യം. ഈ ഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ ഫിഗർ 13A പറയുന്നത് നോർമൽ പ്രോഫിറ്റിനെ കുറിച്ചിട്ടാണ്. നോർമൽ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും വെരി ലോ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂവും ഹൈ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതാണ് ഒരു നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ.
എന്ന ഒരു ലോസ്, അതായത് ഫിഗർ 13B കാണിക്കുന്നത് ലോസാണ്. അതിലെന്താ പറയുന്നത് വെച്ചാൽ കമ്പനി ഈസ് ആക്ച്വലി ഏർണിങ്സ് എ നോർമൽ പ്രോഫിറ്റ്. കമ്പനി ആക്ച്വലായിട്ട് നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആവറേജ് കോസ്റ്റ് ആൻഡ് ആവറേജ് റവന്യൂ ആർ ജസ്റ്റ് ഇൻസേർട്ട്. ആ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു കമ്പനി ആക്ച്വലായിട്ട് നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദ കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ ഓൺ ഈക്വൽ ഫേസ്. കോസ്റ്റും റവന്യൂ, അതായത് വരുമാനവും ചെലവും ഒരേ ഫേസിൽ നിൽക്കും കൊണ്ടാണ് ഈ ഒരു സാഹചര്യം വരുന്നത്. ഇതിനെ അബ്നോർമൽ പ്രോഫിറ്റ് എന്നും പറയും. താങ്ക് യു.